ശ്രീ അൻവർ സാദത്ത്. സർ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ കോവിഡ് കാലത്തിന് ശേഷമാണ് യുവാക്കളിലും വിദ്യാർത്ഥികളിലും വിഷാദ രോഗങ്ങളും ആത്മഹത്യാ പ്രേരണയും വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നു. സാർ പലതരത്തിൽ ഒറ്റപ്പെടലിലൂടെ കടന്നുപോയ യുവാക്കളും വിദ്യാർത്ഥികളും മൊബൈൽ ഫോണുകൾ കൂടുതലായി ആശ്രയിച്ചത് ഈ കോവിഡ് കാലത്താണ്. മൊബൈൽ ഫോണിൽ ആശ്രയിച്ചപ്പോൾ അത് നമുക്കെല്ലാവർക്കും അറിയാം, വീഡിയോ ഗെയിമിലേക്ക് കുട്ടികൾ പോകുന്നൊരു സാഹചര്യം. അപ്പോൾ വീഡിയോ ഗെയിം ഉപയോഗിച്ച് അവർ പല അപകടങ്ങളിലേക്കും പോകുന്ന സാഹചര്യം നമുക്ക് എല്ലാവരും അവർ ആത്മഹത്യ ചെയ്യുന്നു. വീഡിയോ ഗെയിം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആത്മഹത്യയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാർ അതുകൊണ്ട് ഇത് നിരന്തരമായി കേട്ടുവരുന്ന യുവാക്കളിലെ അതിക്രമങ്ങൾ എല്ലാം ഇതിൻ്റെ അനന്തരഫലമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. സാർ ഇവിടെ പറഞ്ഞു, അതിന് കുറേ പരിപാടികളൊക്കെ പറഞ്ഞു, പക്ഷെ അത് ഫലപ്രദമായി നമുക്ക് എങ്ങനെ നടത്താൻ സാധിക്കും? അത് ഞാൻ ചോദിക്കുന്നത് സാറേ, നമുക്ക് അതിന് നല്ല രീതിയിൽ തന്നെ ഈ അതിന് ക്ലാസ് എടുക്കാൻ പറ്റിയ, കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ യുവാക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ വ്യക്തികളെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ബോധവൽക്കരിക്കാൻ സാധിക്കുമെന്ന് ചോദ്യം. 1 മിനിറ്റും 12 സെക്കൻഡോ? യെസ് സാർ, ഇത് ശരിക്കും പറഞ്ഞാൽ യുവാക്കളുടെ ഇടയിൽ വിഷാദം, ഉത്കണ്ഠ, മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം മൂലമുള്ള മാനസിക പ്രശ്നങ്ങൾ, പഠന സമ്മർദ്ദം, സാമ്പത്തികവും സാമൂഹികമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സൈബറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങ് സൂചിപ്പിച്ച മൊബൈലുമായി ബന്ധപ്പെട്ടുള്ള ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളുമായിട്ടുള്ള ഇടപെടലുകൾ, സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതെല്ലാം യുവാക്കളുടെ ഇടയിൽ വല്ലാത്ത തരത്തിലുള്ള മാനസിക പിരിമുറുക്കത്തിന് കാരണമാകുന്നുണ്ട്. ഇതിനെതിരായി ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഗവൺമെൻറ് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും വിവിധ ഏജൻസികൾ ചേർന്ന് ഒരുപാട് കർമ്മ പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട്. അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഭാവിയിൽ കുറച്ചുകൂടി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് മുൻകൈയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് നടത്താമെന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, തൊഴിലില്ലായ്മ എന്ന യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അവരുടെ യോഗ്യതക്കനുസരിച്ചുള്ള ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തില്ല. കഴിഞ്ഞ 9 വർഷം യുവാക്കളെ ഈ സർക്കാർ അവഗണിച്ച് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിലില്ലാത്ത മലയാളി യുവാക്കളെ മാനസികമായി പിരിമുറുക്കുന്ന അത് കാരണമാണ്. സാറേ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അവലോകനം ചെയ്ത് കേരളത്തിലെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി നമുക്ക് തൊഴിലില്ലായ്മ അവർ മറ്റുള്ള ചിന്താഗതിയിലേക്ക് പോകുന്നതും നമ്മുടെ നാട്ടിൽ അനാവശ്യമായ പ്രവണതയ്ക്ക് അവർക്ക് മാനസികമായി തയ്യാറെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് സർക്കാർ, പ്രത്യേകിച്ച് യുവജനകാര്യ വകുപ്പ് ഇടപെട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി അവരെ മാനസികമായി പിരിമുറുക്കം മാറ്റി അവരെ നല്ല മേഖലയിലേക്ക് എത്തിക്കാൻ സർക്കാരിന് സാധിക്കുമെന്നാണ് ചോദ്യം. സാർ, തൊഴിൽ ചെയ്യുന്നതിൻ്റെ മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുള്ളത് നമ്മുടെ പഠനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ തൊഴിലില്ലാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധ വന്നിട്ടില്ല. കേരളത്തിൽ തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള മൂലധന നിക്ഷേപം വരുന്നുണ്ട്, സംരംഭങ്ങൾ വരുന്നുണ്ട്. തൊഴിൽ ആഗ്രഹിച്ച് അങ്ങ് ആരെയും പറഞ്ഞു വിട്ടാൽ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തിയാൽ അത്തരം കാര്യങ്ങൾ മുൻകൈ എടുത്ത് അവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നുണ്ട്.